യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ ഷാർക്കിന്റെ ടാങ്ക് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പോകും. അപ്പൊ ഗപ്പികളൊക്കെ മാറ്റി, ആ ചിരട്ടയത്തെ ഗപ്പികളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. അപ്പൊ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പച്ച ഓസ കേട്ടോ. അപ്പൊ നമ്മളിത് അടിയിലേക്ക് കയറ്റിട്ട് ഇതിന്റെ തുമ്പാറ്റം നമ്മള് വായിൽ വെച്ചിട്ട് വലിക്കാൻ പോവാണ്. അങ്ങനെ വെള്ളം പുറത്തേക്ക് കളയാൻ. അപ്പൊ കൈ കിട്ടണ എടാ നീയില്ലേ ആ നെറ്റ് ഇതിന്റെ ഈ സൈഡിൽ ഇവിടെ വെക്കുക. ഇപ്പൊ മീൻ ചാടിപ്പോയാലും കുഴപ്പമില്ലല്ലോ, പനിയും പിടിച്ചോളൂ. അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വലിച്ചിടാം. വെള്ളം കിട്ടുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ പിടിച്ചോളാം. മീൻ പിടിച്ചു. അപ്പൊ ഇത് വെള്ളം പോകണുണ്ട്. ഇനി നമ്മളിത് അടിപോണ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വിടുന്നു. ഈ ചെളി കല്ലുകളൊക്കെ വെള്ളമുണ്ടോ? നീ പിടിക്ക് ഇല്ല, വന്നിട്ടില്ല. ഞാൻ അവിടെ നോക്കിക്കോ. ഒറ്റയാടായോടാ പിടിക്കൂ. മസിൽ വേണം. കല്ലൊക്കെ എന്റെ ഉള്ളിൽ കൂടി വന്നിട്ടുണ്ടോ? കല്ലൊക്കെ എന്റെ ഉള്ളിൽ കൂടി വന്നിട്ട് ചേട്ടൻ പിടിക്കൂ. ചേട്ടൻ ഒന്ന് പിടിക്കൂ. അത് ഇങ്ങനെ വെച്ചോ. ഞാൻ പിടിക്കൂ. കുറച്ച് ഇപ്പൊ തന്നെ എനിക്കൊന്നോ ചേട്ടൻ പിടിക്കട്ടെ. എന്തി ചാടിയോ? ഒന്ന് പിടിക്കട്ടെ. ആ നീ പൊക്കോ, വച്ചിട്ട് പൊക്കോ. മീൻ മൂന്നെണ്ണം ഉണ്ടോ നോക്കിയേ. ഷാർക്ക്. അപ്പൊ ഷാർക്ക് രണ്ടെണ്ണം. എടാ അതിന്റെ അകത്ത് കുഞ്ഞുണ്ടായ മീനുണ്ടോ നോക്കി. മേലേക്ക് ചാടണുണ്ട്. ഈ ഒരു അവസ്ഥയാണ്. നമ്മളിനി ഈ പായലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റോട്ടോ. കുറച്ച് നമ്മൾ ഈ പായല് വേണ്ടവരെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് നമ്മുടെ ഗപ്പിയുടെ ടാങ്കിലേക്ക് മാറ്റാണ്. പുഴു ഉണ്ടെങ്കിൽ അത് കളയുടെ നെറ്റ് വെച്ച് നമ്മുടെ ഈ ടാങ്കിലേക്കാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ആമ്പലുകൾ എന്തെങ്കിലും ഒരെണ്ണം കുറച്ച് വെച്ചാൽ മതി. അതപ്പം തന്നെ കുറേ ഇങ്ങനെ പെരുകിക്കോളും. ഗപ്പി പെരുകണമല്ലോ. കുറെ ദിവസങ്ങൾ എടുക്കുന്ന അത്ര ഉള്ളൂ. ദീപനോട് വെച്ച കേൾദോസിനോട് ആദ്യം കുറച്ചായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറേ ആയി കഴിഞ്ഞ് ഞങ്ങൾ മാറ്റാൻ പോകും. ഇതാ ചിരട്ട വയ്ക്കുക. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്ന ചിരട്ട എപ്പോഴേ പച്ച കളർ ഫുള്ളായിണ്ട്. എടാ കുഞ്ഞുണ്ടായി നോക്കാം. ഷാർക്കിന്റെ വലിപ്പം നമ്മൾ നോക്കിയില്ല. അപ്പൊ നോക്കാം. ഒരു പെണ്ണിനെ ഒരു ആണിനെയാണ് ഞങ്ങൾ ഇട്ടേ. കുഞ്ഞുണ്ടായില്ല. നല്ലപോലെ വലിപ്പം വെച്ചുണ്ട് കേട്ടോ. എവിടെ ഇതൊക്കെ പൈപ്പിന്റെ അവസ്ഥയ്ക്ക് പൈപ്പ് വെട്ടല്ലേ ഇങ്ങോട്ട്. നമ്മുടെ നെറ്റ് എന്ത് ചെയ്യും? നെറ്റ് കിട്ടി. നമ്മുടെ ഷാർക്ക് കിട്ടുന്ന കാണിച്ചു തരാം. എന്റെ അടുത്ത് പിടിച്ചാ കിട്ടൂല. അതുമാതിരി കണ്ടോ കണ്ടോ. നിങ്ങൾക്ക് ഈ വെണ്ടന്മാരിന്റെ സ്പീഡ് നിങ്ങൾക്ക് അറിയാത്തതിന്റെയാ. നിന്റെ കുഞ്ഞു ഓയോ
കിട്ടി കിട്ടി മോനെ. കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞല്ല കേട്ടോ ഈ രണ്ടെണ്ണം നല്ലപോലെ വലിപ്പമുണ്ട് കേട്ടോ അത്. പക്ഷെ തടിയിലാട്ടോ ഗായ്സ്. അവന് തിരിച്ച് വെള്ളത്തിലേക്ക് ഞാൻ വിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടി പറ്റിക്കണ്ടേ? ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ചുകൂടി ഇപ്പൊ നിങ്ങക്ക് നമ്മുടെ സാക്കൂട്ടനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം എന്നോട് കമന്റ് മാത്രമേ ഞാൻ വെള്ളം പറ്റിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ബലി ഇതിൽ കിടന്നോട്ടെ. ഷാർക്കിന്റെ കൂടെ ഇനി കിടക്കണില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷാർക്കിന് എന്തെങ്കിലും പറ്റണമെങ്കിൽ അറിയാൻ പറ്റൂല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഷാർക്കിന് നല്ല എന്താ ഇതിങ്ങൾക്ക് ഒരു അനക്കൂല. ഞാൻ തൊട്ട് വെച്ചിട്ടൊന്നും നീങ്ങണില്ല. കൈയും വെച്ചൊക്കെ നേരത്തെ തൊട്ട് തന്നെ ജെറ്റ് കിട്ടണമല്ലോ. ഇതിനൊന്നും വല്ലില്ലാത്തതിന് അപ്പത്തോണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു ബ്ലൂ കളർ മരുന്ന് വെച്ചു. അപ്പൊ ഞങ്ങള് അങ്ങനെയുണ്ടാണ് നമ്മുടെ ഷാർക്കളിയെ നമ്മുടെ ഷാർക്ക് കുട്ടന്മാരും ഒക്കെ എടാ ഇനി പിടിക്കണ്ടോ. ഇനി വയ്യാണ്ടാവും. അന്നത് വയ്യാത്ത ഞങ്ങൾക്ക് പോളാം. നെറ്റ് നമുക്ക് ഇതിലേക്ക് വെക്കാം. പിന്നെ നമ്മുടെ ആർ സി കാറിന്റെ വീഡിയോ നമ്മൾ ഉടൻ വരുമ്പോൾ ഇടുന്നതായിരിക്കും. ഒരു ബെൻസ് ലംബോർഗിനി പിന്നെ ഓഫ് റോഡ് കാറ് ഒരു ഏതാണ്ട് ഇത്രയുള്ളൊരു ജീപ്പ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. റിമോട്ടിന്റെ ഓഫ് റോഡ്. പിന്നെ ഇവന്റെ ഒരു ആർ സി കാർ ഉണ്ട്. അത് അവൻ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആർ സി കാറ് ചീത്തയായി പോയി. അതാണ് ഞാനത് പിന്നെ മേടിച്ച് അങ്ങോട്ട് തന്നെ ഞങ്ങൾ കൊടുത്തു. മുമ്പോട്ടാണ് സ്വിച്ച് ബാക്കോട്ടും ബാക്കോട്ടുമാണ് സ്വിച്ച് മുമ്പോട്ടും. ലെഫ്റ്റും റൈറ്റും സ്റ്റെക്കാവലും. പക്ഷെ എല്ലാ ആർ സി കാറും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ സൈഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓക്കെയാവും. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. അപ്പൊ അവിടെ ചെന്ന് മാറ്റി മേടിച്ച് ഈ റോസ് റോയ്സ് കമ്പനിയുടെ ഒരു സൈസ് ജീപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. അറിയാവുന്നൊരു ജസ്റ്റ് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഷാർക്കൂട്ടന്മാരൊക്കെ ഒക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് വെള്ളത്തിലേക്ക് ഡവനെ കയറ്റി വെക്കണം. പിന്നെ നമ്മുടെ ഗപ്പിയുടെ ഈ ഒരു സ്ഥലം നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ചിട്ട നമ്മൾ നേരെ ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കും. ഇവിടെയാണ് ഇതേ ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് എല്ലാ ഇവനും പറയണത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇനി തൊട്ട് യൂട്യൂബ് നിർത്താണ്. എന്താ കാരണമെന്ന് വെച്ചാ ഈ എന്താ ഇവന്റെ വീട്ടിലേക്ക് ഇവൻ പോവാണ്. ക്ലാസ് ഒക്കെ തുറക്കുക. പിന്നെ ഇവന് വീഡിയോ ഇടാനൊന്നും പറ്റൂല. ഇവനെ അമ്മയും ഇവരൊക്കെ വീഡിയോ ഇടാറുള്ളതാണ്. ഇവനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കേട്ടോ. ചെകുത്താനാട്ടെ എന്ന് പറഞ്ഞൊരു മൂവിയില് ദേവനോട് വേറൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടവരൊന്ന് കമന്റ് ചെയ്യണേ. സിനിമയുടെ പേരെന്താണ്? ഷേത്താൻ. അതിൽ ഇവരുടെ ഒരു ഡയലോഗ് ഉണ്ട്. എന്തായിരുന്ന ചെകുത്താന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന മാലയുടെ പോലെ വന്നിട്ട് ചെകുത്താന്റെ രൂപം കാണിക്കണം. അതെ പട്ടി. അതെ മാലാകയുടെ രൂപത്തിൽ വന്നിട്ട് ചെകുത്താന്റെ സ്വഭാവം കാണിക്കണോടാ പട്ടി. സെറ്റ് പറഞ്ഞു ആ സീൻ. ഞങ്ങള് ഈ വീടിന്റെ ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോ ആ ഇതിന്റെ അന്ന് ആ പരിപാടിയുടെ അന്ന് ഞങ്ങള് ഇവന്റെ സിനിമ കണ്ടാണ്. ഇവന്റെ ഒരു അച്ഛനാണ് ഈ സിനിമയുടെ ഇതടിച്ചെന്നെ. പിന്നെ നമ്മുടെ ശിവന്മാരൊക്കെ ഓക്കെ ആയിട്ടാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ ആരവാണ് നേരത്തെക്കാട്ടും നല്ലപോലെ ഹൈറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ നല്ല പൊക്കമുണ്ട്. ഞാൻ കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ബൂസ്റ്റർ പോലെ ഓഫും ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കാം. ഇടക്കിടക്ക് ഒരു ഇതുള്ള കൺട്രോൾ പറ്റിയാണ് പോണിട്ട്. എന്റെ ഈ ശനിയാഴ്ച എന്റെ ഒരു മുതൽ വരും. അതിന് ഞാൻ ആരോടും അറിയില്ല. എന്താന്ന് ഞാൻ പറഞ്ഞു വരുമ്പോ എനിക്കറിയാട്ടോ ഗൈസ്. ഇവന്റെ സീക്രട്ട് ഞാൻ പൊളിച്ചടക്കുന്നുണ്ട് കേട്ടോ. ബൈ. പിന്നെ നമ്മുടെ ഇതിന്റെ കൂടെ അന്ന് ആ ശനിയാഴ്ച തന്നെ നമ്മുടെ ഇങ്ങോട്ട് കുറെ ഗപ്പീനെ പറ്റുന്നതായിരിക്കും കേട്ടോ. കുറെ ഗപ്പീനെ. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ലൈക്ക് ടാർഗറ്റ് 60 പിന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് പൊളിക്കണം. സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കണമായിരിക്കും. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഗപ്പിയുടെ ഈ അടുത്ത വീഡിയോയിൽ നമ്മൾ ഗപ്പിയുടെ ടാങ്കിലേക്ക് കുറെ മീനെ മാറ്റുന്നതായിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണണമെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ വീഡിയോ കാണണമെങ്കിൽ എന്ന് വെച്ചാൽ MLAയുടെ മോനെങ്ങാനും ഉണ്ടെങ്കിൽ സ്കൂള് 2 ദിവസത്തോടി പൊട്ടിക്കാൻ നിങ്ങളൊന്ന് നോക്കണം. അച്ഛനോട് പറഞ്ഞ MLAയുടെ മോനെങ്ങാനാണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് MLAയുടെ അടുത്തൊന്ന് പറഞ്ഞ ഈ സ്കൂള് 2 മാസം കൂടി പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് 2 മാസം കൂടി വീഡിയോ ഇടാം. അതെ ശരി. TV ഇരുന്ന് കാണാമല്ലോ. ഇത്ര നാളെ ഇങ്ങനെ ക്ലാസ്സിൽ പോയിരുന്ന് മടുത്ത് ഞങ്ങള്. പിന്നെ
ഈ ക്ലാസ് കണ്ടുപിടിച്ചാണ് പിടിച്ചിട്ട് കുത്തണം. അപ്പൊ നമ്മുടെ സക്കറൊക്കെ നേരത്തെ കാണാൻ നല്ല ഹൈറ്റ് വെച്ചു കേട്ടോ. മിസൈലിനെക്കാളും. പിന്നെ നമ്മള് ഇങ്ങോട്ട് ഒരു തത്തേനെ പിടിക്കുന്നതായിരിക്കും കേട്ടോ. ഒരു തത്ത അത് അന്ന് വരുമ്പോ സർപ്രൈസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയായിരിക്കും. ഞങ്ങൾ കുറെ നാളെ പറയണു ഈ സാധനത്തിൽ ഉണ്ടാക്കുന്നു, കുറെ ദിവസമായി പറയുന്നു. പിന്നെ ആ ഐസ്ക്രീം പിന്നെ വലിയത് ഇതിന്റെ തന്നെ വലിയത് പച്ചയും ബ്രൗണും കൂടിയത് ആ എന്തിനു നമ്മളൊക്കെ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കണായിരിക്കും. പിന്നെ നമ്മുടെ കറുപ്പിനെ ഇതിലേക്ക് ഇടണായിരിക്കും കേട്ടോ. ഇതേ ഈ ഇതിൽ മുതലേക്ക്. പിന്നെ നമ്മള് മീനിടാൻ വെച്ച ടാങ്കിന്റെ അവസ്ഥ നോക്കി ഞാൻ കുട്ടന്മാരെ കൈ ഇടിക്കിരിക്കുന്നു. പുഴുകളെ കാണണോ? അതെ, ഗപ്പിക്ക് തീറ്റ കൊടുക്കണ ആണ്. ഇത് കൊടുക്കണനുസരിച്ച് ഗപ്പികൾക്കൊക്കെ നല്ല എനർജി കിട്ടണായിരിക്കും. പിന്നെ ഞങ്ങള് ഈ വേങ്ങൂരിന്നാണ് ഈ ആരവണേനെയും ഷാർക്കിനെയൊക്കെ മേടിച്ചത്. പിന്നെ നിങ്ങൾക്ക് അവിടെ പോവാണെങ്കിൽ ആ കടയ്ക്ക് ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഇത്ര ഉള്ളൊരു ഞൗണിക്കയുടെ ഞൗണിക്കേനെ കിട്ടുന്നതായിരിക്കും. വളർത്താൻ പറ്റിയത് മഞ്ഞ കളർ കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ കൂടുതൽ ഗോൾഡും സിൽവറൊക്കെ ഗോൾഡൊക്കെ വന്നു തുടങ്ങി കേട്ടോ. റെട്ടയിൽ കുറവാണ് ഗൈസ്, കുറെ ചത്തു തുടങ്ങി. അതിന്റെ വാല് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. വാലിന് എന്താ പറ്റിയെന്ന് വാല് ഇങ്ങനെ വലുതാണെന്നനുസരിച്ച് ഗപ്പികൾ ചത്തു പോവുകയാണ് ചെയ്യണം. ഞാൻ ഇപ്പൊ എന്റെ ഒരു വലിയ ടൈലിനെ ഞാൻ കാണിച്ചത് കേട്ടോ. ആ കാണാൻ ചാൻസ് ഉണ്ടാവില്ല, എപ്പോഴെങ്കിലായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുത്തന്മാരെ കളിക്കണോക്ക് ഇപ്പൊ ഒരു പാട്ട് തിന്നോ. കുളിക്ക് തത്തത്തെ കുളിക്ക് തത്തത്ത കുളിക്ക് തത്തത്തെ കുളിക്ക് തത്തത്ത. നമ്മുടെ ടാങ്ക് ഉണ്ട്, ഇതിലേക്ക് മീനൊക്കെ മാറ്റാനുള്ളതാണ്. നമുക്ക് സാധനം കിട്ടി. ഈ കടലിൽ നിന്ന് എത്ര ശങ്കില്ലേ അതിന്റെ ഒരു ഇതാട്ടോ. ഞങ്ങക്ക് കഴിഞ്ഞാണ് കിട്ടിയതാണ്, ചീറ്റയിൽ പോയി. ഇത് തൽക്കാലം ഇല്ലേ അതില് പിന്നെ ഈ വീഡിയോയില് ഞാൻ ഒരെണ്ണത്തിനെയും കൂടി കാണിക്കാൻ മറന്നു പോയി. ഇത് മനസ്സിലാവേ. ഇത് രണ്ട് തത്തേനെ മേടിച്ച് വെച്ചിട്ട് ഇതല്ല, ഇതുപോലെ തന്നെ വേറെ മതി. വെള്ളി പിന്നെ വെള്ളനാണ് മുട്ടുന്നത്. വെള്ള പിന്നെ ഇത് ഇവനെയും ഇതവനെയും കാണാൻ പറ്റുന്നില്ലേ? അതാ അവനെയും നമ്മൾ മേടിച്ചിട്ടുണ്ട്, പുതിയതായിട്ട് മേടിച്ചാണ്. ഞങ്ങളുടെ നേരത്തെ ഇവനെ കണ്ട കൊരക്ക് ഓടിച്ചിട്ട് മേടിക്കുന്നു. നമ്മുടെ കാറുകൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം. പിന്നെ നമ്മുടെ കാറുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ പുതിയ RC കാറുകളെ ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടി നമ്മുടെ എല്ലാ RC കാറുകളെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതും പിന്നെ മുതലിനെ നോക്കി RC കാർ. ഇത് നമ്മുടെ ഇത് നമ്മുടെ ബെൻസിന്റെ ആണ്. പിന്നെ ലംബോർഗിനി, പിന്നെ ഇത് പെൻസിന്റെ തന്നെയാണ് ടേസ്റ്റ് വേറെ. പിന്നെ ഇത് നമ്മളാണ് ഇതിന്റെ റിമോട്ടുകളാണ് ഉണ്ടാകുന്നത്. റിമോട്ടൊന്നും മറക്കാവില്ല. ഞാനൊരു ആളെ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ കാണിച്ചു തരാം. വർക്കാവില്ല പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.